ജെസ്സി ഫുഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് ട്രിപ്പിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. രാവിലെ ഒരു 5:50 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ വണ്ടിയിൽ തലേ ദിവസം തന്നെ ലഗേജുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ച് സാധനങ്ങളും കൂടെ രാവിലെയും റെഡിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ വണ്ടിയിലേക്ക് വെച്ച് ഞങ്ങൾ കാറും കൊണ്ടാണ് ഹൈദരാബാദ് വരെ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങൾ 5:50 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നോക്കാം. നിലമ്പൂരിൻ്റെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ കനാലി പ്ലോട്ടിന്റെ ഫോറസ്റ്റിലോട്ടാണ്. നിലമ്പൂരിന്റെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ കനാലി പ്ലോട്ടിന്റെ ഫോറസ്റ്റിലോട്ടാണ്. നമ്മള് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലാണ് കയറിയിട്ടുള്ളത്. നമ്മളവിടെ നിലമ്പൂര് അങ്ങനെ നമ്മളിപ്പോ വൈക്കടവ് ചുരം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചുരം കയറാൻ തുടങ്ങണേ ഉള്ളൂ. റോഡിലൊന്നും അത്ര തിരക്കൊന്നുമില്ല. റോഡൊക്കെ നല്ല ഫ്രീ ആണ്. പോണ വഴിയിലൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല ഒരു കാലാവസ്ഥയാണ് നമ്മൾ പോകുമ്പോൾ. നാടുകാണി ചുരത്തുമ്പില് ഈ പാസ് എടുക്കാനുള്ള തിരക്കാട്ടെ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു അരമണിക്കൂറായി. ഭയങ്കര തിരക്കാണ് ഇവിടെ. നമുക്ക് നാടുകാണി ചുരമൊക്കെ കയറി കഴിഞ്ഞ് ഗൂഡല്ലൂർ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ നാടുകാണി ചുരം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഗൂഡല്ലൂർ റൂട്ടിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ മെയിൻ ജംഗ്ഷൻ, ഗൂഡല്ലൂർ ജംഗ്ഷനാണത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഊട്ടി, ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മൈസൂര്, ബാംഗ്ലൂർ. അതാ കണ്ടിട്ട് ബോർഡാക്കണം. സിഗ്നൽ ഓണായി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കയറുക. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കോഴിക്കോട്, വയനാട്, കോഴിക്കോടെല്ലാം പോവാം. നമുക്ക് ഇങ്ങോട്ടും പോകണം. ഇതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. അപ്പൊ അതിന് നമ്മളിപ്പോ മുതുമല ടൈഗർ റിസർവ് കടന്നു. ഇവിടെയാണ് ഗേറ്റ്. ഇതാണ് രാത്രി ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിന് എത്ര കിലോമീറ്റർ പോകണം? ഇതിൽ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു 10-20 കിലോമീറ്റർ. മുതുമല ടൈഗർ റിസർവ്. ഇതൊക്കെ ഉണങ്ങി കടിച്ചെടുക്കുന്നു. ഞാൻ നാളെ ഒന്നാം ഈ സമയത്ത് നമ്മൾ പോകുമ്പോൾ വേനൽ പോകുമ്പോൾ എന്നും ഉണങ്ങി. ആന മിക്കവാറും ഉണ്ടാവും ഇങ്ങനെ പച്ചപ്പുണ്ടാവും. അവിടെ ദൂരെ ഒരു ആനനെ കാണാനുണ്ടാവും. വീഡിയോയിൽ കാണുന്നുണ്ടോ? അല്ലല്ല, അത് കാട്ടാനാണ്. കാണൂല. ഒരു മയിലും അതാ അവിടെ ഇരിക്കണം. ഈ മരക്കൊമ്പത്ത് കണ്ടില്ല? നല്ല പീലുള്ള മയില. പീ വിടർത്തിയിട്ടില്ല. ആന ചണ്ടസില്ല. മയിലല്ല രസമുണ്ടായിരുന്നു. ഉണ്ടാവും എവിടെയെങ്കിലും. ചീമ ഒരുപാട് പ്രായമുള്ള മരങ്ങളുണ്ടല്ലോ. നല്ല രസമല്ലേ കാണാൻ. ഞങ്ങളവിടെ കണ്ടതൊന്നും രസം. ഇവിടെ കാണുമ്പോ നല്ല ഭംഗിയില്ല.
വെച്ച് പിടിപ്പിച്ചായിട്ടുണ്ടല്ലോ കണ്ടാല് എല്ലാം ഒരേ അകലത്തിൽ വെച്ചു. ഞങ്ങളിപ്പോ തെപ്പക്കാട് എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അവിടുന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ മൈസൂർ റൂട്ടിലേക്ക് പോകാം. റൈറ്റിക്ക് ആണെങ്കിൽ മസിനഗുഡി റൂട്ടാണ് കേട്ടോ. മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ തെപ്പക്കാട് നിന്ന് റൈറ്റ് തിരിഞ്ഞു പോകണം. നമ്മളിങ്ങനെ ഇനി ഈ റൂട്ടിലൂടെ ഇനിയും കാട്ടിൽ കൂടി ഇങ്ങനെ കുറേ പോകാണ്ട് ഇനി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇനി ഉണ്ടാവുമെന്നോ നമ്മൾ എന്ത് ഇതിലേറെ നേരത്തല്ല എത്തല്ലേ. ഇനി വെയിലൊക്കെ ചൂടായി ഉള്ളൊക്കെ പോയിക്കണം. ഇനി ഗുണ്ടപ്പേട്ടേക്ക് 37 കിലോമീറ്റർ ഉണ്ട്. ഇടക്കിടക്ക് സിലോ കുറേ മാനെ ഇവിടെ മാൻ ഉണ്ടാവുന്നു. ഇവിടെ ലോറി ഇങ്ങനെ ഉള്ളതുകൊണ്ട് മാനിനെ നല്ലപോലെ എടുക്കാൻ. ആന കണ്ടു, വീഡിയോ കിട്ടിയില്ല. അത് ദൂരാണ്. രണ്ടാനുണ്ടായിരുന്നില്ല, രണ്ടും ഒന്ന് കൊമ്പനാനിയുണ്ട് ഒന്ന് മറ്റേ പിടിയാനിയുണ്ട്. ആന അടുത്തുനിന്ന് കിട്ടിയാലേ കാണുള്ളൂ. മറ്റിങ്ങനെ അതിന്റെ എന്തെങ്കിലും കാട്ടിലുള്ള എന്തെങ്കിലും മരക്കൊമ്പ് അങ്ങനെയൊക്കെ വിചാരിക്കും ദൂരെ നിന്ന് കാണും. കർണാടക ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. അടുത്ത സ്റ്റേറ്റ് കയറില്ല നമ്മളെ. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. ഇപ്പൊ തമിഴ്നാട് സ്റ്റേറ്റ് കഴിഞ്ഞ് നമ്മള് കർണാടക സ്റ്റേറ്റിലേക്ക് കയറണം. നമ്മളിപ്പോ 3ാമത്തെ സ്റ്റേറ്റിലേക്ക് കയറി. ഫാസ്റ്റാഗ് പൈസ ഫാസ്റ്റാഗ് ഇല്ലാത്തവർക്ക് ഇപ്പൊ എന്താവുക? ഫാസ്റ്റാഗ് പൈസ കിട്ടാറുണ്ട്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ്. ഇവിടെ 20 രൂപ കട്ടാവും. 0088 നമ്പർ അതിൽ വന്നു. ഇനി ഈ കാട്ടുകൂടി ഇങ്ങനെ കുറെ പോവല്ലേ? ഇപ്പം വന്നത്രയും പോകണ്ട്. ഏകദേശം ഉണ്ട്. നല്ല വ്യൂ ഉള്ളത്. ബന്ദിപ്പൂർ ജംഗിൾ സഫാരിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരണം. എന്നാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറ്റുള്ളൂ. ഇവിടെ ബന്ദിപ്പൂര് ജംഗിൾ സഫാരി എല്ലാം ഇവിടെയാണ്. ഫോറസ്റ്റിന്റെ കർണാടക ഫോറസ്റ്റിന്റെ അണ്ടറിലാണ്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ നമുക്ക് നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജംഗിളിൽ സ്റ്റേ ചെയ്യാൻ രാത്രി നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഓൺലൈൻ ബുക്കിംഗ് ആണല്ലോ. ഇവിടെ വൺ വേ ആണ്. ഇവിടെ നിന്നാണ് കുറച്ച് സ്ഥലം. അത് ആ റൂട്ടിൽ നേരം പോയി കഴിഞ്ഞാൽ കുറച്ച് മല ഇറങ്ങാണ്ട് ഒരു നല്ലൊരു എന്താ പറയുക ഹെയർപിൻ ബെൻഡ് പോലത്തെ വണ്ടി. അത് ഒഴിവാക്കാൻ അങ്ങനെ പോണം. ട്രാഫിക് ജാം ഒഴിവാക്കാനേ.
അപ്പോൾ നമ്മൾ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് അവസാനിച്ചു. ഇനി നമ്മൾ ഗുണ്ടൽപേട്ട റോഡിലേക്ക് കയറി. കണ്ടില്ലേ, പബ്ലിക് കടകളും ഇനി എല്ലാ കടകളും എല്ലാം ഉണ്ടാവും. പെട്രോൾ സ്റ്റേഷനെല്ലാം കിട്ടും. ഫോറസ്റ്റ് കഴിഞ്ഞു. ഇളനീർ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ നല്ല ഇളനീർ ഉണ്ടാവും, നല്ല വെള്ളമുള്ള. ഓട്ടോയിൽ ആൾക്കാർ പോകണമൊക്കെ കാണാൻ നല്ല രസമായിട്ട്. അങ്ങനെ സാധനങ്ങളും എല്ലാവരും ഡിക്കി ഉണ്ടാവും. കുറേ ആൾക്കാർ ഒരു ഓട്ടോയിൽ തന്നെ ഒരു 10-12 പേരൊക്കെ അങ്ങനെ ഉണ്ടാവും. പോണ വഴിയിൽ തന്നെ നല്ല വാഴത്തോട്ടങ്ങളും നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നുള്ള പ്രത്യേകത ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുത്തെ നല്ല കൃഷി വെള്ളമൊക്കെ നെഞ്ചങ്കോട് ടൗൺ. ഏകദേശം എത്താനായിക്കണം. ബിരിയാണി നമുക്കൊരു 21 രൂപ. കഴിഞ്ഞിട്ട് 21 കിലോമീറ്റർ നമ്മളിപ്പോ നിൽക്കുന്നിടത്ത് 21 രൂപ. സിഗ്നലിൽ തിരക്കുപിടിച്ച ജംഗ്ഷൻ. നെഞ്ചങ്കോട് ഇപ്പൊ എത്തും, എത്താനായിക്കണം. ഫസ്റ്റ് എൻട്രി നമ്പറേ
ഇവിടെ ഏവിയേഷൻ കോളേജ് ഇവിടുന്ന് പറപ്പിക്കും. ഇതൊന്നും കാണാനില്ല, പഠിപ്പിക്കണ. അങ്ങനെ നമ്മളിപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഇനി നമുക്ക് നെഞ്ചങ്കോട് റോട്ടിലേക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നെഞ്ചങ്കോട് റോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ റൈറ്റ് എടാ Right at Nanjangud Ring Road junction onto National Highway 158, National Highway 275K. ഇനി നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് മൈസൂർ റോട്ടിലേക്ക് പോകുന്നത്. വരില്ല. നമ്മളിപ്പോ നെഞ്ചങ്കോട് റിംഗ് റോഡിൽ കയറാൻ പോണേ. റിങ് Continue on National Highway 158 for 17 kilometers. ഇതാണ് വെജിറ്റബിൾ മാർക്കറ്റ്. ഇവിടെ നമ്മൾ പച്ചക്കറി ബാംഗ്ലൂർക്ക് 145 കിലോമീറ്റർ. 17 ആണ്. ഈ ഹൈവേ കൂടിയാണ്. ഇതാണ് അതിന്റെ കനാല് കനാലത്. ഇത് കനാലായിരിക്കും. ഈ റോഡിലാണ് ആ മറ്റേ അതുള്ളത് മ്യൂസിയം, ആ കാർ മ്യൂസിയം ഉള്ളത്. റൈറ്റ് സൈഡിലൂടെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പണ്ട് പോയിനതിന്റെ നല്ല വിജനമായ സുന്ദരമായ റോഡാണ്. ക്യാമറ ഇങ്ങനെ ഇതാക്കിയാൽ കടലാസം വരുന്നുണ്ടല്ലോ. മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ നമ്മൾ ഫസ്റ്റ് ടോളാണ്. ടോൾ ഗേറ്റ് ഈ റോഡ് ഫസ്റ്റ് ടോൾ. പിന്നെ ആ മോഡൽ നല്ല രസമുണ്ടല്ലോ ടോൾ ഗേറ്റ്. കളറും എത്ര കാണണം. ഇവിടെ എത്ര അറിയില്ല. ഇവിടെ ആദ്യം കട്ടാവില്ല. നമ്മൾ എവിടെ എക്സിറ്റ് ആവണോ അതിനനുസരിച്ച് കട്ടാവും. ഇവിടെ അതിന്റെ നമ്പർ അതിൽ വന്നല്ലോ. ഇത് റേറ്റ് കൊണ്ട് കാണിക്കൂല നമ്പർ ആയി വരുന്നുണ്ടല്ലോ അല്ലേ. നടുവിൽ ഇങ്ങനെ കടലാസ് കൊണ്ട് നല്ല ഭംഗിയാണ്. ഒരേ കളറല്ലേ. പല കളറിൽ വെച്ചാൽ രസമുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. ഇതൊക്കെ എന്തോ ചെടി തന്നെയാണ്. അതിനൊപ്പം പോവില്ല. ഈ ഉണങ്ങിയൊക്കെ പോലെ ആ. ചെടി തന്നെയാണ്. കടലാസ് പൂവല്ലാതെ ഇത് വേറെ കളർ പൂവുണ്ടല്ലോ.
പിന്നെ അങ്ങോട്ട് എടുത്ത് വെക്കണത്. അത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ലഞ്ച് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. നല്ല കുമ്പളങ്ങ കറിയും ചിക്കൻ ഫ്രൈ ആക്കിയതും അച്ചാറും അതൊക്കെയായിരുന്നു കേട്ടോ. സാധാ റൈസായിരുന്നു കൊണ്ടുവരുന്നത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാറകളുണ്ടായിരുന്നു നമ്മൾ പോണ വഴിയിലൊക്കെ. ഗ്രാനൈറ്റൊക്കെ കട്ട് ചെയ്തെടുക്കണ അതേ ഡിസൈനൊക്കെ ഉള്ള പാറകൾ, വലിയ കൂറ്റൻ പാറകൾ നമുക്ക് പോണ വഴിയിലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് ബാംഗ്ലൂർ മൈസൂർ റൂട്ടിലൂടെ പോകുമ്പോഴുള്ള ലാസ്റ്റ് ടോൾ ഗേറ്റ് കേട്ടോ. എളുപ്പം തോന്നുന്നല്ലോ. പൈസ ഇട്ടില്ല ടോട്ടലോ പുറന്നു പോകുന്നതിന് ഇവിടെ ഓടിയുള്ള പൈസ പോയി കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും പൈസ എടുക്കൂല. ഏത് ഈ ഭാഗത്ത് ഒന്ന് കയറിയില്ലേ, അവിടെ പൈസ കിട്ടൂല. ഇവിടെ കിട്ടാവും എന്തിനല്ല മെസ്സേജ് വിളിച്ചല്ലോ. ഇപ്പോൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ നമ്മൾ ടോൾ ഗേറ്റ് കടന്നപ്പോൾ 180 രൂപ ഇട്ടാണ് കട്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെസ്സേജാണ് ഇപ്പോൾ വന്നത്. നമ്മൾ ഫസ്റ്റ് ടോൾ കഴിഞ്ഞു, സെക്കൻഡ് ടോൾ കൂടി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ടോള് അവർ ഈടാക്കണം. ഞങ്ങൾ നൈസ് റോഡ് കയറി കേട്ടോ പോണത്. ബാംഗ്ലൂർ ടൗൺ ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഹൈദരാബാദ് പോവുകയാണെങ്കിൽ ഈ റൂട്ടിൽ കൂടി പോവാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ടോൾ ഗേറ്റും കൊണ്ട് കടന്നിട്ടാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പിൻ്റെ വഴിയാണ് കേട്ടോ. എവിടെ എത്താന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ പോയി നോക്കട്ടെ വിചാരിച്ചു. ഇവിടെ ഉണ്ട് ഈ റൂട്ടിൽ. മറ്റേ റോഡിന് അത്ര നമ്മള് പോയിഞ്ഞ വന്ന് ബന്നാർ കട്ടാതി പോയപ്പോ ഒരു കേട്ട ഓർമ്മയുണ്ട് എനിക്ക്. ഇപ്പൊ ഇതിൽ എത്ര കിലോമീറ്റർ കാണിക്കണത്? ടോട്ടലോ 10 മണിക്കൂർ. ഇതാണ് നൈസ് റോഡ്. അപ്പൊ ഇതിലിഞ്ഞി 17 കിലോമീറ്ററോളം പോകണം. ബാംഗ്ലൂർ എത്തിയതിന് ശേഷം ടോൾ പ്ലാസ ആണ് ഇട്ടത്. മൂന്നാമത്തെ ടോളാണ്. നൈസ് റോഡ് കഴിഞ്ഞിട്ടുള്ള ടോൾ പ്ലാസ ആണ്. പൈസ ഇല്ലല്ലോ, ഫ്രീ ആവും. ഇവിടുന്ന് കട്ടാവും പൈസ. ഈ ലോറിയിലൊക്കെ എന്താ നോക്കാം. അതിന്റെ തൂണ് കാണുമ്പോ ഇത്ര കുറച്ച്
വലിപ്പമുള്ള ഗോൾഡ് ഉണ്ടോ? ഇതിലേറെ വലിപ്പമുള്ള ഗോൾഡ് ഫുള്ളേ കണ്ടു. ആകെ രാത്രി ഡ്രൈവിംഗ് ഉണ്ടാവുള്ളൂ. എല്ലാ ലോറിയും രണ്ട് സൈഡിൽ അപ്പം എന്ത് ചെയ്യണ്ട്? നമ്മൾ നേരെ നേരെ ഞങ്ങൾക്ക് തിരിയാണ്ട് വരണം. ഇതൊന്ന് പ്രൈവറ്റ് കോളേജുകളോ? സ്പോട്ട് ഒക്കെ എന്നാല് എക്സിറ്റ് ഇല്ല.
ഹൈദരാബാദ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ ബാംഗ്ലൂർ ബാഗാപ്പള്ളി എന്ന സ്ഥലത്താട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ എത്തിയപ്പോൾ നമ്മൾ യാത്ര നിർത്തി അവിടെ റൂം എടുത്ത് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നാളെ രാവിലെ യാത്ര പുറപ്പെടുന്നത് മുതലുള്ള വീഡിയോ കാണാം.